ആടാ പറയടാ. പറയടാന്ന്. അടേ നീ ഇതെവിടാ? ടൈം 10 മണിയായി. ഓ എടാ, ഇറങ്ങാൻ പറ്റിയില്ല. എന്താളിയാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മോനെ, എടാ എടാ, ദേ മണി 7 കഴിഞ്ഞു. എടാ, നീ ജോലിക്ക് പോകുന്നില്ലേ? എഴുന്നേക്ക്. ജയ് 3 മാസമായി നീ ടാർഗറ്റ് ആയിട്ട്. നിന്റെ ഈ പെർഫോമൻസ് കണ്ടറിയാം നിന്റെ ഈ ജോലിയോടുള്ള താല്പര്യം. ഇങ്ങനെയാണെങ്കിൽ നീ ജോലിക്ക് വരണമെന്നില്ല. സാറ് നേരത്തെ തന്ന ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തോണ്ടിരുന്നല്ലേ, ഇപ്പൊ ടാർഗറ്റ് കൂട്ടിയ പിന്നെയല്ലേ. നിന്നെ പോലല്ല അവന് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് ചെയ്യാൻ പറ്റാത്ത? ചെയ്യുന്ന ജോലിയോട് ഇത്തിരി താല്പര്യം വേണം. അപ്പൊ ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. number you have dialed is currently busy. Please try. The number you have dialed is currently busy. Please try later. എവിടെ കോപ്പേ നീ? നിന്നോടൊക്കെ ഒരു കാര്യം വെച്ചിട്ട് എത്ര ദിവസമായി? വിളിച്ച ഫോൺ എടുക്കത്തൂല. വേണ്ട, നീ ഇനി ഒരു കോപ്പും പറയണ്ട. ഒരുമാതിരി മടുത്തിട്ട് ഡിപ്രഷൻ അടിച്ചിട്ടാ ഞാൻ ഈ ജോലിക്ക് പോണത്. ഈ ജോലിയായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാ എന്തായാലും ഞാൻ വല്ല ആത്മഹത്യ ചെയ്തു. എങ്ങനെയൊക്കെ രക്ഷപ്പെടണോന്ന് വിചാരിച്ചിട്ടാ നിന്റെ അടുത്തൊക്കെ ഒരു കാര്യം വെക്കണം. അപ്പൊ നീ അല്ലെങ്കിൽ നിന്റെ ഏത് കാര്യത്തിലാണ് ഞാൻ കൂടുതൽ കഴിഞ്ഞത്? നിന്റെ അല്ലാതെ വേറെ ആരുടെ കാര്യത്തിൽ ഞാൻ നിൽക്കും? പിന്നെ നിന്റെ ഫോൺ എടുക്കാതിരുന്നത് അത് ഞാനൊരു പ്രശ്നത്തിലായതുകൊണ്ടാണ്. പിന്നെ നീ പറഞ്ഞ കാര്യം ഒന്ന് സെറ്റാക്കിയിട്ട് സെറ്റായ അറിയാ എന്നൊന്ന് വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇരുന്നത്. നീ നെഗറ്റീവായിട്ടൊന്നും എടുക്കല്ലേ പ്ലീസ്. എന്നിട്ട് സെറ്റായാ? പിന്നെ സെറ്റ് അത് പറയാനല്ലേ ഞാൻ വിളിച്ചത്. കാര്യം അങ്കിളിനെ എനിക്കറിയാം, എന്നാലും അപ്പം വിളിച്ച് പറഞ്ഞു ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മളൊന്നുകൂടി ഒന്ന് പുള്ളി പരിഗണിച്ചാല. അതെ അതെ. പിന്നെ നീ ഇപ്പൊ അവിടെ ജോലിക്ക് കയറിയാ? ഇപ്പൊ ഒന്ന് വരാൻ പറ്റുമോ? അങ്കിളൊന്ന് മീറ്റ് ചെയ്യാം. പിന്നെ ഞാൻ പുള്ളിനെ വിളിച്ചായിരുന്നു, പുള്ളി ഇപ്പൊ വീട്ടിലുണ്ട്. അയ്യോ, ജോലി? എടാ നീ ഒരു ഹാഫ് ഡേ ലീവ് പറ, അല്ലെങ്കിൽ വേണ്ട നീ ലേറ്റ് ആവുന്ന എന്തെങ്കിലും വിളിച്ചു പറ. ഞാൻ അങ്കിളിന്റെ വീടിന്റെ അവിടെ കാണും. ഞാൻ ലൊക്കേഷൻ അയച്ചേക്കാം, നീ അങ്ങോട്ട് വന്നാൽ മതി. ഞാൻ നോക്കാം. നീ എന്തായാലും ആ ലൊക്കേഷൻ ഒന്ന് അയച്ചിട്. ആ ശരിടാ. ഹലോ എടാ, ഞാൻ നീ പറഞ്ഞ ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ആ വഴിയുണ്ട്. ആ ഞാൻ അവിടെ വരാം.
ആ ഹലോ എടാ, ഞാൻ വിളിച്ചതേ വേറൊന്നുമല്ല. ഞാൻ വരാൻ കുറച്ച് നേരം വഴുകും. നീ നമ്മുടെ ടീം ലീഡറിൻ്റെ അടുത്ത് കാര്യമൊന്ന് പറഞ്ഞേക്ക്. എടാ ഞാൻ പുള്ളിനെ വിളിച്ചാടാ, പുള്ളി ഫോൺ എടുത്തില്ല. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു ഹോസ്പിറ്റൽ എമർജൻസി ആയതുകൊണ്ടാ. നീ ഒന്ന് ഡീലേ. അളിയ ഏതാ വീട് ഏതാ? എടാ വീട് അവിടെയാണ് നിന്നെ. പിന്നെ അങ്കിൾ അധികം സംസാരിക്കുന്ന ടൈപ്പല്ല. അപ്പോൾ നീ ചാടി കയറൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. നൈസായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാം നമുക്ക്. ഓക്കെ അല്ലേ? എടാ അതെ, പുള്ളി ഇപ്പോഴും സർവീസിലുണ്ടോ? എടാ പുള്ളി റിട്ടയർഡ് ആയിട്ട് 3-4 കൊല്ലമായി. എറണാകുളം സൗത്ത് ഇൻസ്പെക്ടർ ആയിരുന്നു. ഇടയ്ക്ക് ലീവിന് വരുമ്പോൾ വീട്ടിൽ വരാറുണ്ട്. അപ്പനായിട്ടൊന്ന് കൂടാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ റിട്ടയർ ആയതിനു ശേഷം ആദ്യമായിട്ട് പുള്ളി ഇപ്പം ഇങ്ങോട്ട് വരുന്നത്. സെറ്റിൽ ആവാനുള്ള വല്ല പരിപാടി ആയിരിക്കും. അപ്പം പുള്ളിയുടെ മക്കളൊക്കെ? മക്കളുണ്ട്. മക്കള് മോള് UK സെറ്റിലാണ്. പിന്നെ മോൻ അവിടെ പ്രൈവറ്റ് കമ്പനിയിൽ മാനേജറാണ് കൊച്ചിയിൽ. ഇത്രയൊക്കെ ഉള്ളൂ. വാ. എടാ നീ പിന്നെ രാവിലെ എന്തോ സീൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? എടാ അതെ, ഒരുത്തന് ഞാൻ വണ്ടി റെൻറ്റിന് എടുത്ത് കൊടുത്താ. അവൻ 2 ദിവസം എന്ന് പറഞ്ഞ് 3 ദിവസമായി. പിന്നെ മുതലാളി വിളിച്ച് എൻ്റെ അടുത്ത് കലിപ്പ്. സീനായ? ഹേയ് കുഴപ്പമൊന്നുമില്ല. അവന് ഫോൺ സ്വിച്ച് ഓഫ് ആയതാ. ഇന്ന് രാവിലെ അവൻ്റെ ഒരു കൂട്ടുകാരൻ കിട്ടി. ഞാൻ ചോദിച്ചപ്പോൾ അവനോട് ട്രിപ്പ് പോയതാ. അവൻ്റെ ഫോൺ എവിടെയോ മിസ്സായി. അപ്പോൾ സെറ്റാക്കിയത്. അങ്ങളെ ബേസിലോ? വാ കയറി വാ. നീ എന്താ ആലോചിക്കണേ? വാ. എടാ ഞാൻ ഈ പുള്ളീനെ എവിടെയോ കണ്ടിട്ടുണ്ട്. എവിടെ? ഞാൻ അങ്ങോട്ട് വാ. ഞാൻ ഇന്നലെ അങ്ങോട്ടൊന്ന് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ പണിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിപ്പോയി. സേവ്യാറിനെ കണ്ടിട്ടാണെങ്കിൽ കുറച്ച് നാളായി. ആ ഇരിക്കി. തോമസ് 2 ചായകൾ എടുത്തോ. അപ്പോൾ ആൻറ്റി ഇല്ലേ? അവള് കുറച്ച് കഴിഞ്ഞേ വരുള്ളൂ. തൽക്കാലം ഇവിടെ സഹായത്തിന് ഇപ്പോൾ തോമസ് ഉണ്ട്. ഇവിടെ അടുത്തുള്ളതാ ഇത്. അങ്ങളെ ഇതെൻ്റെ ഫ്രണ്ട് ജയ്. അപ്പം വിളിച്ചില്ലായിരുന്നോ ഒരു കഥ എഴുതുന്ന കാര്യത്തിന് വേണ്ടി? ഞങ്ങൾ ഈ പോലീസുകാരെങ്ങളോട് കഥയൊക്കെ പറയുന്നത്. അയ്യോ അങ്കിൾ അങ്ങനെയല്ല. അങ്കിള് പണ്ട് അന്വേഷിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു കേസ്, അതിൻ്റെ മോട്ടീവ്, അന്വേഷിച്ച രീതി, എവിഡൻസ് കളക്ട് ചെയ്തത്, അത് സോൾവ് ചെയ്തത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്കിളിന് ഓർമ്മകൾ പറഞ്ഞാൽ മതി. ബാക്കി ഞാൻ എഴുതിക്കോളാം. അങ്ങളെ ഇവൻ്റെ വളരെ കാലത്തൊരു ആഗ്രഹമാണ് ഒരു സിനിമ ചെയ്യാന്നുള്ളത്. നല്ല ടാലൻ്റുള്ള ആളാണ്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫിലിം ഫീൽഡിലുള്ള ഒരു ഫ്രണ്ടായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഈ രീതിയിലുള്ള സ്റ്റോറി ആണെന്നുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നടന്നൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്കോപ്പ് ഉള്ളതാണ്. പിന്നെ ഇവൻ്റെ ഫാമിലി ആണെങ്കിലും ഫാദർ മരിച്ചു പോയതാ. റെൻറ്റിനാണ് താമസവും. ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചെയ്യുന്ന ജോബാണെന്നുണ്ടെങ്കിലും വലിയ ഏണിങ്സ് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു വർക്കിലാണ് അവൻ്റെ എല്ലാ പ്രതീക്ഷയും. രക്ഷപ്പെടുന്നുള്ള വിശ്വാസവും അവനുണ്ട്. നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം. ചായ നടന്ന സംഭവങ്ങളൊക്കെ അതേപോലെ സിനിമയാക്കാന്ന് പറഞ്ഞാൽ അത് പിന്നീട് വരുന്ന കോംപ്ലിക്കേഷൻസ് എങ്ങനെ വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അയ്യോ അങ്കിളെ, നടന്നത് അതുപോലെ തന്നെയല്ല, കുറച്ചൊക്കെ വ്യത്യാസങ്ങളായിരുത്തി അങ്ങനെ എഴുതാനാണ് പ്ലാൻ. എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, പോയിട്ട് അടുത്ത സൺഡേ വാ. എൻ്റെ ഒരു പഴയ ഡയറി ഇവിടെ കാണണം, ഞാൻ നോക്കട്ടെ. ഞങ്ങൾ അത് മതി, കുഴപ്പമില്ല. എന്നാൽ ഞങ്ങൾ സൺഡേ വരാം പോയിട്ട്. ശരി വരാം. ശരി, താങ്ക്സ്.
അങ്കിളെ ഒരു മിനിറ്റ്. 6 വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ നടന്ന ഒരു എബി മർഡർ കേസ്, അതിൻ്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലുണ്ടായിരുന്നല്ലേ അങ്കിൾ? അല്ല, അങ്കിളെ കണ്ടപ്പോൾ എവിടെ വെച്ച് കണ്ടു മറന്ന പോലെ തോന്നി. എനിക്കാണെങ്കിൽ ഈ ന്യൂസ് പേപ്പറിൽ വരുന്ന ന്യൂസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്ത് നോക്കാറുണ്ടേ, കഥയ്ക്ക് ആവശ്യമുണ്ടാവുമെന്ന് കരുതി. അങ്ങനെ ഞാൻ കണ്ട. അങ്കിളെന്നാ ആ കേസിനെ പറ്റി പറയാമോ? എബി മർഡർ കേസ്.